ബാക്ക് ടു സലം ലേണിംഗ് അബീമിസാണ്. മക്കളെ നമ്മളിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ കാണുന്നത് എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് പിക്ചർ നോക്കിക്കേടാ, ഇതിലെന്താ നിങ്ങൾ കാണുന്നത്? യെസ്, എഗ് ആണ് അല്ലേ, മുട്ട. ഇതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? EGG, എഗ്. നെക്സ്റ്റ് പിക്ചറിലോ നമുക്കൊരു താറാവിനെ കാണാം അല്ലേ. അപ്പോൾ താറാവിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? യെസ്, ഡക്ക് എന്നാണ്. DQCK, ഡക്ക്. ഓക്കെ, അടുത്ത പിക്ചറിൽ നമുക്ക് ടോമാഞ്ചറിലെ ചെറിയ പോലെ ഒരാളെ കാണാം, എലി അല്ലേ. എലിക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? യെസ്, നമുക്ക് മൗസ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് റാറ്റ് എന്ന് പറയാം അല്ലേ. ഓക്കെ, യെസ്. ഇനി വേറൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾ എന്തിനെയാ കാണുന്നത്? യെസ്, ഇതൊരു കരടിയല്ലേ. കരടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം മക്കളെ? യെസ്, ബെയർ അല്ലേ, BEAR. ഏറ്റവും ലാസ്റ്റത്തെ പിക്ചറിൽ നിങ്ങൾ എന്താ കാണുന്നത്? കുരങ്ങച്ചൻ. കുരങ്ങൻ എന്താ ഇംഗ്ലീഷിൽ പറയാ? മങ്കി, MONKEY, മങ്കി. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കംപ്ലീറ്റ് ദ പോയം. അതായത് ഇവിടെ കുറച്ച് കവിതകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കവിതയുടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരികൾ വായിച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ ആഡ് മോർ ലൈൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഈ കവിതയൊന്ന് നോക്കിക്കേ മക്കളെ. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്, ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് ഓൾവേസ് സീ മ്യാവ് മ്യാവ്. എനിക്കൊരു പെറ്റ് ഉണ്ട്, അതൊരു ക്യാറ്റാണ്, നല്ലൊരു ക്യാറ്റാണ് അല്ലേ. എപ്പോഴും എന്ത് പറയും? മ്യാവ് മ്യാവ് എന്ന് പറയും. അതുപോലെ അടുത്ത വരികൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ? ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ, യെസ്, എന്ത് പറയാം നമുക്ക്? ഇറ്റ് ഈസ് എ ഡോഗ്. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ഡോഗ്. ഇറ്റ് ഈസ് സോ നൈസ്. ഇവിടെയുള്ളത് തന്നെ നമുക്ക് എഴുതാം അല്ലേ. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഓൾവേസ് ഈസ്, എന്താ ഇവിടെ ക്യാറ്റ് മ്യാവ് മ്യാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോഗ് എന്തായിരിക്കും പറയുക? ബൗ ബൗ അല്ലേ. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ഡോഗ്, ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് ഓൾവേസ് ഈസ് ബൗ ബൗ. അപ്പോൾ ഇതുപോലെ കുറച്ച് വരികൾ തന്നിട്ട് അത് ഫില്ല് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.